അറിയാലോ, കേരളത്തിലെ മാപ്രാക്കൾ, അതായത് എന്തിനും ഏതിനും ഇടങ്കോലിടുന്ന കുത്തിത്തിരിപ്പുകാർ. കേരളത്തിലെ മാധ്യമങ്ങളെ ചുരുക്കി വിളിക്കുന്ന ഒരു പേരാണ് മാപ്രാക്കൾ. ഇങ്ങനെയുള്ള മാപ്രാക്കൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട അരുൺ കുമാറിനെ തന്നെ എന്നാണ് കേരളത്തിലെ വളരെ കുറച്ച് മാധ്യമ പ്രവർത്തകരെങ്കിലും ഇപ്പോൾ പറയുന്നത്. കാരണം അരുൺ കുമാർ എന്ന ആ വ്യക്തി വലിയൊരു തെറ്റ് ചെയ്തു നമ്മുടെ അർജുന്റെ വിഷയത്തിൽ. എന്താന്നല്ല ആ തെറ്റ്? ചിലപ്പോൾ ജനങ്ങൾക്ക് ആർക്കും അറിയാതെ പോവേണ്ടിയിരുന്ന ഒരു കാര്യത്തെ എല്ലാവർക്കും അറിയിച്ചു. അതിനുശേഷം അതിനെക്കുറിച്ച് ജനങ്ങളിലേക്ക് വ്യക്തമായ രീതിയിൽ എത്തിക്കാൻ വേണ്ടി സംഭവം നടക്കുന്ന സ്ഥലത്ത് തന്നെ നിന്നുകൊണ്ട് ലൈവായി റിപ്പോർട്ട് ചെയ്തു. ആ റിപ്പോർട്ടിലൂടെ അദ്ദേഹം പലതരത്തിലുള്ള തെറ്റുകളും ചെയ്തു. എന്താന്നല്ലേ ആ തെറ്റ് നമുക്ക് ആദ്യം നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ചാനലിന്റെ അറിയപ്പെടുന്ന റിപ്പോർട്ടർ തന്നെ പറയുന്നത് നമുക്ക് കേൾക്കാം. ഇയാൾ നടത്തിയ കുത്തിത്തിരിപ്പ് അക്കമിട്ട് എണ്ണി പറഞ്ഞു തരാം. ഒന്നാമത്തെ കുത്തിത്തിരിപ്പ് ഇയാൾ അവിടെ നടത്തിയത്, ഇയാൾ അവിടെ പോയി അവിടെയുള്ള SP-ക്കെതിരെ സംസാരിച്ചു. രണ്ടാമത്തെ കുത്തിത്തിരിപ്പ് അയാൾ അവിടെ നടത്തിയത് DYSPക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞ് ദുരന്ത ഭൂമിയിൽ നിന്ന് കളിയാക്കി. മൂന്നാമത്തെ കുത്തിത്തിരിപ്പ് അയാൾ അവിടെ നടത്തിയത് കന്നഡികർക്ക് മനുഷ്യജീവൻ ഒരു വിലയുമില്ല എന്ന രീതിയിൽ അവിടെ നിന്ന് സംസാരിച്ചു. നാലാമത്തെ കുത്തിത്തിരിപ്പ് അയാൾ അവിടെ ഉണ്ടാക്കിയത് ഇന്ത്യക്കാരെന്നുള്ളതിലുപരി ഒരു മലയാളിയായതിൽ ഞാൻ അഭിമാനിക്കുന്നുവെന്നും മലയാളികളാണ് ജീവന് വില കൽപ്പിക്കുന്നത് എന്നുമുള്ള പൊറാട്ട് നാടകം ഇയാൾ അവിടെ നിന്ന് കളിച്ചു. അഞ്ചാമത് ഇയാൾ നടത്തിയ ഏറ്റവും വലിയ കുത്തിത്തിരിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന റെസ്ക്യൂ ഓപ്പറേഷനെ വഴിതിരിച്ചു വിടാനുള്ളതിൽ സ്തുത്യർഹമായിട്ടുള്ള പങ്ക് ഇയാളും ഇയാളുടെ കൂടെ ഇരിക്കുന്ന ആൾക്കാരും നടത്തി എന്നുള്ളതിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇങ്ങനെ അവിടെ പോയിട്ട് ആദ്യം ചെയ്തത് എന്താ? അവിടുത്തെ SP-ക്കെതിരെ സംസാരിച്ചു. എന്താണ് ഇങ്ങനെ സംസാരിച്ചത്? ജില്ലാ അതോറിറ്റി നേതൃത്വം വഹിക്കുന്ന ഒരു റെസ്ക്യൂ ടീമിന് അവിടെ മുന്നിൽ നിന്ന് നേതൃത്വം നൽകേണ്ട SP അവിടെ എത്തിയിട്ടില്ല, എന്തുകൊണ്ടാണ് എത്താത്തത് എന്ന് അവിടെയുള്ള ഒരു പോലീസുകാരനോട് ചോദിച്ചു. അത് എത്താത്ത കാര്യം ഞങ്ങളിലേക്ക് എത്തിച്ചു. അത് അദ്ദേഹം ചെയ്തത് വലിയ തെറ്റല്ലേ? നിങ്ങൾ തന്നെ പറ. രണ്ടാമത്തത് വലിയ കാര്യം തന്നെയാണ്. DYSPക്ക് ഇംഗ്ലീഷ് അറിയില്ല. ഇദ്ദേഹം ഇംഗ്ലീഷിൽ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇംഗ്ലീഷിൽ മറുപടി പറയാൻ അറിഞ്ഞില്ല. മറിച്ച് ഇദ്ദേഹത്തിന് കന്നഡവും അറിയില്ല അദ്ദേഹത്തോട് ചോദിക്കാൻ. DYSP എന്ന് പറയുന്ന വലിയ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥന് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഭാഷ തന്നെയാണ് ഇംഗ്ലീഷ്. അത് അറിയുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതിലെന്താണ് തെറ്റ്? മൂന്നാമത്തെ കാര്യം നമുക്ക് നോക്കാം. മൂന്നാമത്തെ കുത്തിത്തിരിപ്പ്, കന്നഡികർക്ക് മനുഷ്യജീവന് വിലയില്ല എന്ന് അദ്ദേഹം അവിടെ നിന്ന് സംസാരിച്ചു. മനുഷ്യജീവന് എത്രമാത്രം അവർമാർ വില വെക്കുന്നുണ്ട് എന്ന കാര്യം നമുക്ക് തന്നെ മനസ്സിലായതല്ലേ? പിന്നീട് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ? അതായിരിക്കും ഇങ്ങനെ ഉദ്ദേശിച്ചത്. എന്തായാലും നാലാമത്തെ കാര്യം നോക്കി. അതെ, ഇന്ത്യക്കാരൻ എന്നതിലുപരി ഒരു മലയാളി ആയതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് ഇദ്ദേഹം പറയാൻ പാടുണ്ടോ? വലിയ തെറ്റല്ലേ? ഈ മലയാളി എന്ന് പറയുന്നത് മറ്റേതോ രാജ്യത്തിന്റെ അംശമാണ്, അത് ഞങ്ങൾ പറയാൻ പാടില്ല എന്നായിരിക്കും ഇങ്ങനെ ഉദ്ദേശിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, അഞ്ചാമത് അവിടെ നടക്കുന്ന റെസ്ക്യൂ ഓപ്പറേഷനെ വഴിതിരിച്ചു വിടാൻ ഇദ്ദേഹം ശ്രമിച്ചു എന്ന്. അങ്ങനെ ഒരു കാര്യം ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് നടന്നിട്ടില്ല എന്ന് ഇദ്ദേഹം തന്നെ വ്യക്തമാക്കി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇദ്ദേഹം ഒരാൾ വിചാരിച്ചാൽ അവിടെ നടക്കുന്ന റെസ്ക്യൂ ടീം അംഗങ്ങളിൽ മാറ്റം വരുത്താനോ അതല്ലെങ്കിൽ അവർ തീരുമാനിച്ചിരിക്കുന്ന നിലപാടുകളിൽ നിന്നും വ്യതിചലിച്ച് മറ്റൊരിടത്ത് അന്വേഷണം വ്യാപിപ്പിക്കുവാനോ ഇദ്ദേഹത്തെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന കാര്യം എല്ലാവർക്കും തന്നെ അറിയുന്നതല്ലേ? പിന്നെ എന്തിനാണ് അവിടെ നേതൃത്വം നൽകാൻ ജില്ലാ അതോറിറ്റി അതേപോലെ തന്നെ മറ്റു പല തരത്തിലുള്ള വിദഗ്ധരെയും അവിടെ വെച്ചിരിക്കുന്നത്? ഈ അരുൺ കുമാർ പറയുന്നത് പോലെ ഓപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനാണോ? എന്താല്ലേ? പിന്നൊരു കാര്യം കൂടി ഉണ്ട്. ഇവിടെ അരുണിനെ, ആ SP ഇപ്പോൾ അരുണിനെ കണ്ടെത്താനുള്ള അപാരമായ ശ്രമത്തിലാണ് ഇവർ തന്നെ പറയുന്നത്. നമുക്കൊന്ന് കേട്ടു നോക്കാം. ഫോൾസ് ന്യൂസ് അഥവാ വ്യാജ വാർത്ത എന്ന് കാർവാർ SP പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായോ? 2 ദിവസം മുമ്പ് അരുണണ്ണൻ സ്ക്രീനിൽ പൂണ്ട് വിളയാടുമല്ലായിരുന്നോ? കാർവാർ SP എവിടെ? കണ്ടില്ലല്ലോ. ആർമിയുടെ പ്രവർത്തനങ്ങൾ മീഡിയ കാണാതിരിക്കാനാണ് അങ്ങോട്ട് പ്രവേശനം അനുവദിക്കാത്തതെന്നൊക്കെ പറഞ്ഞ് ക്യാമറയുടെ മുന്നിൽ ഒരു ലൈവ് പെർഫോമൻസ് ഒക്കെ നടത്തിയായിരുന്നു. ഇപ്പൊ കാര്യം എന്താണെന്ന് വെച്ചാ കാർവാർ SP അരുണണ്ണനെ തപ്പി നടക്കുവാന്ന്. അണ്ണൻ കർണാടക ബോർഡർ താണ്ടിയെന്നാ കണ്ടവരൊക്കെ പറയുന്നത്. അതെ, അണ്ണനെങ്ങാനും കർണാടകത്തിൽ നിന്നിരുന്നെങ്കിൽ ആ മുട്ട അടിച്ച് പൊട്ടിച്ചേനെ എന്നാണ് ഈ സ്ത്രീ ഇവിടെ നിന്ന് വിളമ്പുന്നത്. എന്നാൽ ഇതേ അണ്ണൻ തന്റെ ഓഫീസിലിരുന്ന് ഇതേ SP-ക്ക് കോൾ ചെയ്തപ്പോൾ ഈ SP പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് തന്നെ കുറച്ച് കേട്ടു നോക്കാം. Uttara Kannada SP Sri M. Narayana connected on. Thank you, Sri M. Narayana, for joining us. Very good evening. Sir. Hello, can you hear me, sir? Yeah, I can hear you, sir. Namaskar. Okay, namaskar. Some people are making some rumors that you won't speak to me. Yeah, this is all happened because one fellow called Munaf. Yes. Definitely. There is no such thing. Just misused your
channel, but that is a gone case. All reporters are equal to me, and I thank Kerala Media and Reporter Channel for tireless work here. I'm seeing Thank your you. people on the roads without Kana, Pina, and all rains. They are so anxious than local people here. Thank I you. really appreciate your professional journalism. But Thank you. your channel was misguided by some fellow. Because of him, we have stopped our operation for 3 days in the wrong side. Thank you, Sri Narayana. Otherwise, I have greatest regards for Kerala Media, sir. Thank you, thanks a lot, and you are really cooperating with us in these final. അതിനുശേഷം ഈ SP വ്യക്തമായി പറഞ്ഞത് ഇങ്ങനെയാണ്, വായിച്ച് എന്താലേ. ചുരുക്കി പറഞ്ഞാൽ ഇതിനിടയിൽ രഞ്ജിത്ത് ഇസ്രായേലിനെ ഒരുപാട് പേര് ട്രോളുന്നു. അതേപോലെ തന്നെ ആ അർജുന്റെ മാതാവിനെയും കുടുംബത്തെയും ആളുകൾ സൈബർ അറ്റാക്കിന് ഇരയാക്കുന്നു. അതോടൊപ്പം തന്നെ ഈ അരുൺ കുമാറിനെയും ആഷിമിനെയും സൈബർ അറ്റാക്കിന് ഇരയാക്കുന്നു. ഇവരൊക്കെ ചെയ്ത തെറ്റ് എന്താണെന്ന് ആർക്കും തന്നെ വ്യക്തമാവുന്നില്ല. മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് കണ്ടാൽ അത് പ്രതികരിച്ചാൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ലോക്കൽസ് പാർട്ടികൾക്കിടയിൽ അത് വളരെയധികം വിവാദമുണ്ടാക്കുകയും ഇവന്മാരെ കൊണ്ട് ആരെങ്കിലും പൈസ കൊടുത്ത് ഇങ്ങനെ ചെയ്യിപ്പിക്കുകയുമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ ഈ വിഷയത്തിൽ ഇവരുടെ ഭാഗത്തു നിന്നും ഒരു തെറ്റും എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മറ്റു പല വിഷയങ്ങളിലും പലതരത്തിലുള്ള തെറ്റുകൾ ആരുടെ ഭാഗത്തു നിന്നും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ എടുത്ത് അലക്കാനുള്ള സമയമല്ല ഇതെന്ന് എന്നെങ്കിലും നിങ്ങൾ വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു മാതാവ് നൊന്തു പ്രസവിച്ച തൻ്റെ മകന്റെ തിരോധാനത്തിൽ വിഷമം പൂണ്ട് നിൽക്കുന്ന സമയത്ത് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവർ ഉത്തരം നൽകും. ചിലപ്പോൾ അതിൽ നിന്നും വാക്കിലേക്ക് പിഴവുകൾ വന്നേക്കാം. ആ പിഴവുകളെ എടുത്ത് ഇത് ഇന്ത്യയെ അപമാനിക്കുകയാണ്, മറ്റുള്ളവരെ അപമാനിക്കുകയാണ്, അതിന് തുല്യമാണ്, ഇവർ അഫ്ഗാനിയാണ്, ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് ആ അമ്മയെ വീണ്ടും വീണ്ടും കൊത്തി നോവിക്കുവാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വരുന്നു എന്ന് മാത്രമാണ് എനിക്ക് മനസ്സിലാവാത്തത്. പിന്നെ ഈ ഒരു വിഷയത്തിൽ അരുൺ കുമാർ ആയാലും ആഷിമി ആയാലും ഏറ്റവും കൂടുതൽ ഇടപെടുകയും ഇവർ ചെയ്ത നല്ല കാര്യങ്ങളിലൂടെ തന്നെയാണ് കേരളത്തിന്റെ ആർജവം മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് മനസ്സിലാവുകയും അതോടൊപ്പം ഈ അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ ക്യാമ്പയിൻ ഇത്ര ഭംഗിയായി നിർവഹിക്കാൻ സാധിച്ചതും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇങ്ങനെ വെറുതെ വിടുന്നതാണ് നിങ്ങളെ പോലുള്ള ഏഴാം കൂലികളായ ചാനലുകാർക്ക് നല്ലത് എന്നൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട്.